ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തമ്മിൽ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ഇങ്ങനെ വണ്ടടിച്ചിരിക്കുമായിരിക്കും അല്ലേ, അടുക്കളയിൽ നിന്ന് സ്കിൻ കെയറോ, എന്താ സംഭവം, എന്താ ഇവിടെ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും. അതേ ഗായ്സ്, ഇനി അടുക്കളയിൽ നമുക്ക് കുക്കിംഗ് മാത്രമല്ല സ്കിൻ കെയറും ചെയ്യാം. എങ്ങനെയാണെന്നല്ലേ, നമ്മൾ അടുക്കളയിൽ നമ്മൾ അമ്മമാർ യൂസ് ചെയ്യുന്ന കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി നമ്മളൊരു സ്കിൻ കെയർ റൂട്ടീൻ ബിൽഡപ്പ് ചെയ്തെടുക്കാം. സ്കിൻ കെയർ വിരോധികൾ ഉണ്ടാവില്ല, സ്കിൻ കെയർ പ്രൊഡക്ട്സ് തെച്ചും കെമിക്കൽസ് ആണ്, ഇതാണ് സ്കിൻ കെയർ യൂസ് ചെയ്ത് പ്രൊഡക്ട്സ് യൂസ് ചെയ്യുന്ന ഇതാവും പറഞ്ഞ് നടക്കുന്ന കുറേ ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് ആൺപിള്ളേര്. അവർക്കും ഈ ഒരു സ്കിൻ കെയർ ചെയ്യാം. കാരണം ഇതിൽ കെമിക്കൽസ് ഒന്നുമില്ല, നമുക്ക് വീട്ടിൽ നമ്മൾ അടുക്കളയിൽ ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസും അല്ലറ ചില്ലറ കുറച്ച് സാധനങ്ങൾ, അത് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം യൂസ് ചെയ്തിട്ടാണ് നമ്മളൊരു സ്കിൻ കെയർ ബിൽഡപ്പ് ചെയ്തെടുക്കാൻ പോകുന്നത്. ഈ ഒരു സ്കിൻ കെയറിൽ വന്നിട്ട് ഒരു ഏജ് ലിമിറ്റും ഇല്ല, ടീനേജേഴ്സിന് ചെയ്യാം, അതേപോലെ തന്നെ കോളേജ് ഗോയിങ് ഗേൾസ്, ഓഫീസ് ഗോയിങ് ഗേൾസ്, ഈവൻ അമ്മമാർക്ക് പോലും ഒരു 30+ ആയിട്ടുള്ളവർക്കും 35+ ആയിട്ടുള്ള ഒരു ഏജ് ലിമിറ്റും ഇല്ല, ആമ്പിള്ളേർക്കായാലും ചെയ്യാം, ഒരു കുഴപ്പമില്ല. കാരണം എല്ലാം ഡി ഐ വൈ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ സ്കിന്നിന് വന്നിട്ട് ഇതുകൊണ്ട് ഒരു ഹാംഫുൾ ആയിട്ടുള്ള എഫക്ട്സും ഉണ്ടാവില്ല. പിന്നെ നിങ്ങൾ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നാണ് നിങ്ങളതെങ്കിൽ നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ പാച്ച് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം അപ്ലൈ ചെയ്യുക, അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പം എന്തായാലും വെക്കേഷനൊക്കെ അല്ലേ, ഒരുപാട് ടൈം ഉണ്ട്, 2 മാസത്തെ ടൈം ഉണ്ട്. നിങ്ങൾ ഈ 2 മാസം ഈ ഒരു സ്കിൻ കെയർ റൂട്ടീൻ ഇതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്ത് നോക്ക്. നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ സ്കിന്നിൽ അടിപൊളിയായിട്ടുള്ള ചേഞ്ചസ് ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. കുറച്ച് ടൈം കൺസ്യൂമിങ് ആണ്, പക്ഷേ എങ്കിൽ ടൈം ഇപ്പം ഉണ്ടല്ലോ എന്തായാലും കയ്യിൽ. പിള്ളേർക്കൊക്കെ ആയാലും വെക്കേഷനാണ്, കുഴപ്പമില്ല. അതേപോലെ തന്നെ അമ്മമാർക്ക് ആയിക്കഴിഞ്ഞാലും പിള്ളേരൊക്കെ വീട്ടിലുള്ളത് കൊണ്ടും പിള്ളേർ രാവിലത്തെ ആ ഒരു റഷൊന്നും ഉണ്ടാവില്ലല്ലോ, പിള്ളേർ സ്കൂളിൽ പറഞ്ഞയക്കണം അങ്ങനെയൊന്നുള്ളതൊന്നും. അപ്പോൾ അമ്മമാർക്കും ചെയ്യാം, പിള്ളേർക്കും ചെയ്യാം, എല്ലാവർക്കും ചെയ്യാം. സ്കൂൾ തുറക്കുന്നതിന് മുന്നേ ആയിട്ട് അടിപൊളിയായിട്ട് നമ്മുടെ സ്കിന്നിൽ ടാനൊക്കെ മാറ്റി ഒരു ബ്രൈറ്റനിങ് നല്ല ഗ്ലോയിങ് എഫക്റ്റിൽ നമുക്ക് സ്കിന്നിൽ കൊണ്ടുവന്ന് എത്തിക്കാം. നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ക്ലെൻസർ പ്രിപ്പയർ ചെയ്യണം. അതിനുവേണ്ടി ഞാനിവിടെ 2 ടീസ്പൂൺ കടലമാവും പിന്നെ അതിലേക്ക് 3 ടീസ്പൂണോളം പാലുമാണ് എടുക്കുന്നുണ്ടായേ. എന്നിട്ട് അത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ചെയ്തിട്ട് ഏകദേശം ഈ ഒരു കൺസിസ്റ്റൻസിയിലാക്കി എടുക്കുക. ഇതിൽ കുറച്ചും കൂടി ഒരു ലൂസ് കൺസിസ്റ്റൻസി ആയാലും കുഴപ്പമില്ല, പക്ഷേ ഈ ഒരു കൺസിസ്റ്റൻസി ആകുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്ത് നമുക്കിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് നിന്നോളും. അതുകൊണ്ട് ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ഉണ്ടാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ ക്ലെൻസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക, ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. ഒരു 10 to 15 മിനിറ്റ്സ് മസാജ് ചെയ്യുവാണെങ്കിൽ അത്രയും. നമ്മൾ ഈ ക്ലെൻസർ ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്തിട്ടുണ്ട് കടലമാവ്, ഒരു നാച്ചുറൽ ക്ലെൻസറാണ്. അത് ഡേർട്ടും ഓയിലും അതേപോലെ തന്നെ നമ്മുടെ പോർസിൽ ഉണ്ടാവുന്ന ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റിമൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. പാലിൽ ലാക്റ്റിക് ആസിഡ് കണ്ടെയ്ൻ ചെയ്തിട്ടുണ്ട്, അത് ജെന്റ്ലി എക്സ്ഫോലിയേറ്റ് ചെയ്യും, അങ്ങനെ നമ്മൾ ഡെഡ് സ്കിൻ സെൽസിനെ റെഡ്യൂസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. ഇനി ഈ ലാക്റ്റിക് ആസിഡിന് വന്നിട്ട് ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അത് നമ്മുടെ ബ്രേക്ക് ഔട്ട്സ് കൺട്രോൾ ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. ഡ്രൈ സ്കിൻ ഉള്ളവർ ഒരിക്കലും കടലമാവ് മാത്രമായിട്ട് നിങ്ങളെ ഫേസിൽ അപ്ലൈ ചെയ്യാൻ പാടില്ല, കാരണം കടലമാവിന് പിന്നെയും നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കാനുള്ള ടെൻഡൻസി കൂടുതലാണ്. അപ്പോൾ കടലമാവ് മാത്രമായിട്ട് ഡ്രൈ സ്കിന്നുള്ളവർ ഒരിക്കലും അപ്ലൈ ചെയ്യാൻ പാടില്ല. ഇപ്പം വന്നിട്ട് നമ്മൾ ഈ പാലും കൂടി ആഡ് ചെയ്യുമ്പോൾ പാലിൽ വന്നിട്ട് ഹൈഡ്രേഷൻ്റെ പ്രോപ്പർട്ടീസ് കുറച്ചും കൂടി കൂടുതലാണ്. അപ്പോൾ ഈ ഒരു മിക്സ്ചർ ഇത് രണ്ടും കൂടി ഒന്ന് ഹൈഡ്രേഷനെ ബാലൻസ് ആക്കി ഡ്രൈ സ്കിന്നുകാർക്കും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ള രീതിയിലേക്ക് മാറും. ഇനി നമുക്ക് ഫേസ് വാഷ് ചെയ്യാം. അപ്പം ഞാൻ ഫേസ് വാഷ് ചെയ്ത് വാങ്ങിച്ചിട്ട് എനിക്ക് ഫീൽ ആയത് നല്ലപോലെ ഫേസ് വാങ്ങിച്ച് ക്ലീൻ ആയ പോലെ ഫീൽ ആയിട്ടുണ്ട്, ഭയങ്കര സോഫ്റ്റ് ആയ പോലെ ഫീൽ ആയിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു മൈക്രോഫൈബർ ക്ലോത്തിന് ടവല് വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഡാപ്പ് ചെയ്ത് ഫേസ് ഒന്ന് ഡ്രൈ ആക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പായിട്ട് നമുക്കൊരു സ്ക്രബ് ഉണ്ടാക്കാം. സ്ക്രബ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 2 ടീസ്പൂണോളം അരിപ്പൊടി ഉണ്ടല്ലോ, അതിലേക്ക് 1 ടീസ്പൂണ് തേനും പിന്നെ നമ്മളൊരു ഹാഫ് പോർഷൻ ടൊമാറ്റോ, കുഞ്ഞു ടൊമാറ്റോ മതിയെ, തക്കാളി, അത് സ്ക്യൂസ് ചെയ്തിട്ട് അതിൻ്റെ ജ്യൂസും കൂടി എടുക്കുക. അപ്പോൾ നമ്മളെ സ്ക്രബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ സ്ക്യൂസ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ടായ തക്കാളി ഉണ്ടല്ലോ, അതന്നെ വെച്ചിട്ട് ആ ഒരു സ്ക്രബിലേക്ക് ഡിപ്പ് ചെയ്തിട്ട് നമ്മൾ ഫേസ് വെച്ചും സർക്കുലർ മോഷനിൽ മസാജ് എല്ലാം സ്ക്രബ് ചെയ്തെടുക്കുക. നമ്മളൊന്നും വേസ്റ്റ് ആക്കരുതല്ലോ. ആ തക്കാളിയിലെ ജ്യൂസ് എടുക്കാൻ പറ്റുന്ന അത്രയും നമ്മൾ ഊറ്റിയെടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ സെയിം തക്കാളി തന്നെ പിന്നെ യൂസ് ചെയ്തത്. സ്ക്രബ് വന്നിട്ട് നിങ്ങൾ ആഴ്ചയിൽ 2 തവണ മാത്രം യൂസ് ചെയ്താൽ മതി. ബാക്കി സ്റ്റെപ്സൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുന്ന പോലെ ഡെയിലി ചെയ്യേണ്ട. സ്ക്രബ് ആഴ്ചയിൽ 2 ദിവസം മാത്രം. ഈ സ്ക്രബ് ഉണ്ടാക്കാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസിൻ്റെ ഗുണങ്ങൾ ഞാൻ പറഞ്ഞുതരാം. തക്കാളി വന്നിട്ട് നമ്മൾ വിചാരിക്കുന്ന ചില്ലറക്കാരനൊന്നുമല്ല. തക്കാളിയിൽ വൈറ്റമിൻ സിയും ആൻറ്റി ഓക്സിഡൻസും ഉണ്ട്. പിന്നെ അത് നമ്മുടെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റ് ആക്കാനും സ്കിന്നിൻ്റെ ടോണൊന്ന് ഈവൻ ആക്കാനും ഹെൽപ്പ് ചെയ്യും. ഇതിൽ നാച്ചുറൽ ആസിഡ്സ് കണ്ടെയ്ൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മളെ സ്കിന്നിനെ ജെന്റ്ലി എക്സ്ഫോലിയേറ്റ് ചെയ്യും, പിന്നെ നമ്മളെ പോർസ് ടൈറ്റൻ ചെയ്യാനും ഹെൽപ്പ് ആവുമേ. പിന്നെ നമ്മൾ പാലുള്ള പോലെ തന്നെ തക്കാളിയിലും ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുകൊണ്ട് ബ്രേക്ക് ഔട്ട്സിനെ പ്രിവെൻറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അരിപ്പൊടി വന്നിട്ട് നാച്ചുറൽ എക്സ്ഫോലിയൻ്റ് ആണ്, നമ്മൾ ഡെഡ് സ്കിൻസിനെ റിമൂവ് ചെയ്യും, അതുപോലെ തന്നെ നമ്മളെ സ്കിൻ ടോൺ ഒന്ന് ഈവൺ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഫേസിലുണ്ടാകുന്ന എക്സസ് ആയിട്ടുള്ള ഓയിലൊന്ന് കൺട്രോൾ ചെയ്യും, അതുകൊണ്ട് ഓയിലി പ്രോൺ സ്കിന്നുള്ളവർക്ക് റൈസ് ഫ്ലോർ യൂസ് ചെയ്യുന്നത് കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ തേന് വന്നിട്ട് നമ്മളെ സ്കിന്നും ഭയങ്കര സോഫ്റ്റ് ആൻഡ് സപ്പിളാക്കി വെക്കാനും നല്ല ഗ്ലോയിങ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. ഒരു 10 മിനിറ്റ്സ് ഒക്കെ ഒന്ന് സ്ക്രബ് ചെയ്ത് നമുക്ക് ഇത് കഴുകിക്കളയാം.
എന്നിട്ടൊരു മൈക്രോ ഫൈബർ ക്ലോത്ത് വെച്ചിട്ട് ഡാബ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കാം ഫേസ്. നെക്സ്റ്റ് നമുക്ക് ഫേസ് പാക്കാണ് ഉണ്ടാക്കേണ്ടത്. ഫേസ് പാക്ക് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടിയും പിന്നെ അതിലേക്ക് 1 ടീസ്പൂണും ചന്ദനത്തിൻ്റെ പൊടിയും പിന്നെ അതിലേക്കൊരു 3-4 ടീസ്പൂണോളം തൈരും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഈ ഒരു കൺസിസ്റ്റൻസി നമുക്ക് കിട്ടണം. നമ്മൾ ഈ സ്പൂണിൽ ഇങ്ങനെ എടുത്ത് നോക്കുമ്പോൾ അതിങ്ങനെ താഴെ വീഴാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടണം. ആ ഒരു കൺസിസ്റ്റൻസിൽ എത്തണം. മുൾട്ടാണി മിട്ടി ആക്നി പ്രോൺ, ഭയങ്കര ഓയിലി ആൻഡ് ആക്നി പ്രോൺ സ്കിന്നുള്ളവർക്ക് യൂസ് ചെയ്യുന്നത് ഭയങ്കര നല്ലതാണ്. കാരണം ഓയിൽ അബ്സോർബ് ചെയ്യാൻ നല്ലപോലെ ഹെൽപ്പ് ആവും മുൾട്ടാണി മിട്ടി നമ്മൾ യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ ഫേസിലുള്ള കുഞ്ഞു പോർസിലുള്ള ഇമ്പ്യൂരിറ്റീസ് ഒക്കെ റെഡ്യൂസ് ചെയ്യും. അതേപോലെ തന്നെ ആക്നി, ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ റെഡ്യൂസ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ മുൾട്ടാണി മിട്ടി നമ്മുടെ ഫേസിൽ വന്നിട്ട് ഭയങ്കര കൂളിംഗ് എഫക്റ്റ് തരും. അതുപോലെ തന്നെ നമ്മളെ ഇൻഫ്ലമേഷനും റെഡ്നെസ്സും ഒക്കെ ഒന്ന് കാമാക്കാനും ഹെൽപ്പ് ആവും. പിന്നെ നമ്മുടെ ഫേസിൽ ആക്നി സ്കാർസ് അതുപോലെ തന്നെ പിഗ്മെന്റേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചന്ദനത്തിൻ്റെ പൊടി യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഈ ചന്ദനം നമ്മുടെ ഫേസിൽ യൂസ് ചെയ്യുമ്പോൾ നമുക്കൊരു ഹെൽത്തി ആയിട്ടുള്ള ഗ്ലോ തരാനും അതുപോലെ തന്നെ ഓവറോൾ നമ്മളൊരു ഫേസിലെ കോംപ്ലക്ഷൻ ഇമ്പ്രൂവ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ സൺബേൺസ്, റാഷസ് അതുപോലെ തന്നെ സ്കിന്നിൽ എന്തെങ്കിലും ഇറിറ്റേഷൻ ഉണ്ടെങ്കിലും ഈ ഒരു ചന്ദനം നമ്മൾ ഫേസിൽ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. അതായത് നമ്മൾ സ്കിന്ന് ജെന്റിലി എക്സ്ഫോലിയേറ്റ് ചെയ്യും. പിന്നെ ഹൈഡ്രേറ്റ് സോഫ്റ്റൻ ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡാർക്ക് സ്പോട്ട്സും അതേപോലെ തന്നെ ഫൈൻ ലൈൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ റെഡ്യൂസ് ആവാൻ ഹെൽപ്പ് ചെയ്യും. ഒരു ഫേസ് മാസ്ക് 10 to 20 മിനിറ്റ്സ് നമ്മൾ ഫേസിൽ വെച്ചിട്ട് നമുക്ക് കഴുകിക്കളയാവേ. ഇനി നമുക്കൊരു അണ്ടർ ഐ പാച്ചാണ് ഉണ്ടാക്കേണ്ടത്. ഇത് നിങ്ങൾ വീക്ക്ലി 2 ടൈംസ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഫേസ് മാസ്കും 2 ടൈംസ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അണ്ടർ ഐ പാച്ച് ഉണ്ടാക്കാൻ വേണ്ടി നമുക്ക് 3 ടീസ്പൂണോളം പൊട്ടറ്റോ ജ്യൂസിലേക്ക് 1 ടീസ്പൂണോളം കോഫി പൗഡർ ഉണ്ടാക്കി നല്ലപോലെ ആഡ് ആക്കിയിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാവേ. എന്നിട്ട് അതിലേക്ക് കോട്ടൺ പാഡ് 2 ആഴ്ച കട്ട് ചെയ്ത് നമ്മൾ അണ്ടർ ഐയിൽ വെക്കേണ്ട ആ ഒരു പാകത്തിന് കട്ട് ചെയ്തിട്ട് നമുക്കതിൽ സോക്ക് ചെയ്ത് വെക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചാൽ നമ്മൾ ഉണ്ടാക്കിയ മിക്സ്ചറിൽ സോക്ക് ചെയ്ത് വെച്ച അണ്ടർ ഐ പാച്ച് എടുത്തിട്ട് നമ്മൾ കണ്ണിൻ്റെ അടിയിൽ വെച്ചിട്ട് അങ്ങനെ അങ്ങ് ഇരിക്കുക. വേറെ ഒന്നും ചെയ്യേണ്ട. അപ്പോൾ ഒരു കൂളിംഗ് ഗ്ലാസ് വെച്ചൊരു എഫക്റ്റ് ഉണ്ടാവും കാണാനായിട്ട്. വേറെ ഒന്നും ചെയ്യേണ്ട. അങ്ങനെ അങ്ങ് കുറച്ച് മിണ്ടാണ്ടിരുന്നാൽ മതി. പൊട്ടറ്റോ ജ്യൂസിൽ കാറ്റിക്കൊലൈസ് പറഞ്ഞൊരു നാച്ചുറൽ എൻസൈം ഉണ്ട്. അത് നമ്മൾ അണ്ടർ ഐ ഏരിയ ലൈറ്റൻ ആക്കാൻ ഹെൽപ്പ് ചെയ്യും. അതായത് ഡാർക്ക് സർക്കിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ ഹെൽപ്പ് ആക്കുമെന്ന്. ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസ് ഉള്ളതുകൊണ്ട് തന്നെ സ്വെല്ലിങ്ങും പഫിനെസ്സും റെഡ്യൂസ് ആക്കാനും ഹെൽപ്പ് ചെയ്യും. പിന്നെ വൈറ്റമിൻ സിയും സ്റ്റാർച്ചും അടങ്ങിയിട്ടുണ്ട് നമ്മളെ പൊട്ടറ്റോ ജ്യൂസിൽ. അതുകൊണ്ട് നമ്മളെ അണ്ടർ ഐ ഏരിയ വന്നിട്ട് ഭയങ്കരമായിട്ട് നറിഷ് ചെയ്യാനും സൂത്താക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യേ. കോഫി പൗഡറിൽ വന്നിട്ട് കഫെയിൻ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ ബ്ലഡ് സർക്കുലേഷൻ ഇമ്പ്രൂവ് ചെയ്യും. പിന്നെ നമ്മളെ പഫിനെസ് റെഡ്യൂസ് ആക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മളെ സ്കിന്ന് നല്ലപോലെ ടൈറ്റൻ ആക്കി വെച്ചിട്ട് നമ്മളെ ഫൈൻ ലൈൻസും റിങ്കിൾസും ഉണ്ടാവുന്നത് കുറക്കാൻ ഹെൽപ്പാക്കും. പിന്നെ കഫെയിനിൽ വന്നിട്ട് ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുള്ളതുകൊണ്ട് തന്നെ നമ്മൾ ടയേർഡ് ലുക്കിംഗ് ഐസിനെ ഒന്ന് റെജുവിനേറ്റ് ചെയ്ത് വെക്കാനും ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഒരു 20 മിനിറ്റ്സോളം നമ്മൾ അണ്ടർ ഐയിൽ ഈ ഒരു പാച്ച് ഇങ്ങനെ അങ്ങ് ഇരിക്കട്ടെ. എന്നിട്ട് നമ്മൾ സെയിം അണ്ടർ ഐയിൽ വെച്ച് ആ പാച്ച് തന്നെ വെച്ചിട്ട് നമ്മൾ ഐസിൻ്റെ ഏരിയ മുഴുവനായിട്ട് നമ്മൾ അപ്പർ ഐലിഡ്സും താഴെ ആയിക്കഴിഞ്ഞാലും എല്ലാം സെയിം അണ്ടർ ഐ പാച്ച് വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇങ്ങനെ റബ്ബ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതങ്ങ് കഴുകിക്കളയാം. ഇനിയിപ്പോൾ എന്താ നമ്മളെ കാര്യമായിട്ടുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ടോണറും അതുപോലെ തന്നെ മോയ്സ്ചറൈസറും മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ ടോണറിനായിട്ട് ഞാൻ റോസ് വാട്ടറാണ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയാണ് നമ്മൾ റോസ് വാട്ടറിന് ഒഴിവാക്കുക? കാരണം നാച്ചുറലായിട്ടൊരു ടോണറാണ് റോസ് വാട്ടർ വന്നിട്ട്. കാലങ്ങൾക്ക് മുന്നേ പണ്ടേ തൊട്ടിട്ട് ആൾക്കാർ സ്കിൻ കെയർ ഉൾപ്പെടുത്തുന്ന ഒരു സാധനമാണ് റോസ് വാട്ടർ. അതിന് അത്രയും ഗുണങ്ങളുള്ളതുകൊണ്ടായിരിക്കുമല്ലോ അത് ഉൾപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ നമുക്ക് ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. അതിന് മുന്നേ ഇതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് പറയാമല്ലേ. നമ്മൾ കുറച്ചായിട്ട് റോസ് വാട്ടർ ഒരു കോട്ടൺ പാഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് കോട്ടൺ തുണിയോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ കയ്യിലായാലും കുഴപ്പമില്ല, എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ ഫേസിൽ ഡാബ് ചെയ്ത് ഒന്ന് അബ്സോർബ് ആക്കി കൊടുത്താൽ മാത്രം മതിയേ. അപ്പോൾ ഗുണങ്ങൾ വന്നിട്ട് നമ്മളെ സ്കിന്നിൻ്റെ pH ബാലൻസ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മളെ സ്കിന്ന് നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി വെക്കാനും ഭയങ്കര റീഫ്രഷിങ് ആക്കി വെക്കാനും ഹെൽപ്പ് ചെയ്യും. നമ്മളെ ഫേസിലുണ്ടാകുന്ന കുഞ്ഞു പോർസിൻ്റെ അപ്പിയറൻസ് മിനിമൈസ് ചെയ്യാനും അതുപോലെ തന്നെ എക്സസ് ആയിട്ടുള്ള ഓയിൽ പ്രൊഡക്ഷൻ കൺട്രോൾ ആക്കാനും ആക്നിയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പ്രിവെൻറ്റ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുക. കാരണം മൈൽഡായിട്ടുള്ള ആൻറ്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് അടങ്ങിയിട്ടുണ്ട് റോസ് വാട്ടറിൽ. ഇനിയിപ്പോൾ എന്താ കഴിഞ്ഞിരിക്കുന്നു. ഇനി മോയ്സ്ചറൈസർ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ നമുക്ക് മോയ്സ്ചറൈസർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. മോയ്സ്ചറൈസർ ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ 1 ടീസ്പൂൺ ഗ്ലിസറിനും അതുപോലെ തന്നെ 1 ടീസ്പൂണോളം റോസ് വാട്ടറുമാണ് എടുക്കുന്നുള്ളത്. എന്നിട്ട് ഇത് രണ്ടും കൂടി നല്ലപോലെ മിക്സ് ആക്കുക. ഈ ഒരു സംഭവം വന്നിട്ട് നമുക്ക് സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. ഒരു 2-3 മാസത്തേക്കൊക്കെ ഈ ഒരു സംഭവം സെയിം അളവിൽ തന്നെ റോസ് വാട്ടറും അതുപോലെ തന്നെ സെയിം അളവിൽ തന്നെ ഗ്ലിസറിനും എടുത്തിട്ട് ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് സൂക്ഷിച്ചു നമുക്ക് ആവശ്യം വരുമ്പോൾ ഒക്കെ എടുത്ത് യൂസ് ചെയ്താൽ മതിയല്ലോ. റൂം ടെമ്പറേച്ചർ തന്നെ സ്റ്റോർ ചെയ്യാം കേട്ടോ. ഫ്രിഡ്ജിലൊന്നും വെക്കണമെന്നൊന്നുമില്ല. അപ്പോൾ റോസ് വാട്ടറിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ വാതോരാതെ നേരത്തെ സംസാരിച്ച് ഇനി നമുക്ക് ഗ്ലിസറിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. നമ്മളെ സ്കിന്നിനെ നല്ലപോലെ ഹൈഡ്രേറ്റ് ആക്കി വെക്കും. പ്രത്യേകിച്ച് ഡ്രൈ സ്കിന്നുള്ള എല്ലാവർക്കും ഇതൊരു ഗെയിം ചേഞ്ചറാണ് ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത്. എക്സ്ട്രീംലി ഡ്രൈ ആയിട്ടുള്ള സ്കിന്നിന് പോലും ഈ ഒരു
ഗ്ലിസറിനും അതുപോലെ തന്നെ റോസ് വാട്ടറും കൂടിയുള്ള കോംബോ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ടുള്ള റിസൾട്ട് കാണാൻ പറ്റും. നല്ല ഡ്രൈ ആയിട്ട് ക്രാക്ഡ് ആയിട്ടുള്ള സ്കിന്നിനൊക്കെ ഹീൽ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ആൻറ്റി ഏജിങ് പ്രോപ്പർട്ടീസ് ഉണ്ട്. നമ്മളെ സ്കിൻ എപ്പോഴും നല്ലപോലെ മോയ്സ്ചറൈസ് ആക്കി വെക്കാൻ. ഇനിയിപ്പോൾ എന്താ ഒരു സൺസ്ക്രീനിൻ്റെ കുറവ് മാത്രമേ ഉള്ളൂ, അത് DIY എനിക്ക് അറിഞ്ഞുകൂടാ. നിങ്ങൾ എന്തായാലും ഒരു സൺസ്ക്രീനും കൂടി നിങ്ങളുടെ സ്കിൻ കെയറിൽ ഉൾപ്പെടുത്തണം. അപ്പോൾ നമ്മുടെ സ്കിൻ കെയർ റൂട്ടീൻ വന്നിട്ട് ഇത്രയൊക്കെ ഉള്ളൂ. ഈ ഒരു 5-6 സ്റ്റെപ്പ് നിങ്ങൾ ഫോളോ ചെയ്താൽ മതി. ഈ 2 മാസം നിങ്ങൾ എന്തായാലും ഒരു ചലഞ്ചായിട്ട് ഏറ്റെടുത്ത് നിങ്ങളൊന്നിത് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും നിങ്ങൾക്കൊരു വ്യത്യാസം കാണാൻ പറ്റും നിങ്ങളുടെ സ്കിന്നിൽ. നിങ്ങൾ സ്കൂൾ തുറന്ന് ജൂൺ 1-ാം തീയതി ക്ലാസ്സിലിരിക്കുമ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സൊക്കെ വന്ന് ചോദിക്കും വാട്ട് ഈസ് ദ സീക്രട്ട് ഓഫ് യുവർ ബ്യൂട്ടി. അപ്പോൾ എങ്ങനെ ഉണ്ടാവും? അടിപൊളിയായിരിക്കും അല്ലേ? എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. എന്തായാലും അടിപൊളിയായിട്ട് വർക്ക് ആവുന്നുള്ള കാര്യത്തിൽ ഒരു ഡൗട്ടും വേണ്ട. അപ്പോൾ എൻ്റെ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, എൻ്റെ ഈ കുഞ്ഞു ടിപ്സും അതേപോലെ തന്നെ ഈ ഒരു സ്കിൻ കെയർ റൂട്ടീനൊക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതേപോലത്തെ അടിപൊളിയായിട്ടുള്ള വീഡിയോസ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്. Bye.